എല്ലാവർക്കും വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ വാട്സാപ്പ് ഫ്രീ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാജിക് സ്റ്റോണിനെ കുറിച്ചിട്ടാണ്. മാജിക് സ്റ്റോൺ എന്താണ്, എങ്ങനെയാണ് നമുക്ക് മാജിക് സ്റ്റോൺ ഉപയോഗിച്ച് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആദ്യം നമ്മൾ എന്താണ് മാജിക് സ്റ്റോൺ എന്ന്, ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ, ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക്, ഇതൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്നാണ് സത്യത്തിൽ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കണ്ണി കാണുന്ന ഒരു റോക്ക് എടുത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റും ഇല്ല. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഷാമൻസും മറ്റ് പ്രാചീനമായിട്ടുള്ള ആൾക്കാരും ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു വൃത്തിയുള്ള ഒരു സ്റ്റോൺ എടുക്കുക. വൃത്തിയുള്ള ഒരു സ്റ്റോൺ. വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തി എന്ന് പറഞ്ഞാൽ കാണുമ്പോഴും ഒരു വൃത്തി വേണം, കാണുമ്പോഴും ഒരു ഷേപ്പ് വേണം. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതെൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ഇളക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നോക്കി ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഭംഗിയില്ല. ഇതൊരു അമത്തീസ്റ്റിൻ്റെ ക്രിസ്റ്റലാണ്. നിങ്ങൾ ഇതൊന്നും എടുക്കണമെന്നില്ല, എന്ത് സ്റ്റോൺ ആയാലും മതി. കാണാനൊരു വൃത്തിയും ഇതുള്ളത്, കേർവ്ഡ് ആണ്, നല്ല ഷേപ്പാണ് അല്ലേ. നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് റൗണ്ട് ആയിട്ടുള്ള സ്റ്റോൺ എടുക്കാം. ഇതേപോലെയുള്ള സ്റ്റോൺ ഇപ്പം അക്യൂറിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൗണ്ട് ആയിട്ടുള്ള ഉരുളൻ കല്ലുകൾ കിട്ടും. അപ്പോൾ അത് വളരെ നല്ലതാണ്. അല്ലാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഉരുളൻ കല്ലുകൾ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ ഈ സ്റ്റോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റോൺ എടുക്കുക, കാണുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നുന്ന ഒരു സ്റ്റോൺ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, കാരണം കാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ തോന്നണം, ആ സ്റ്റോൺ കാണുമ്പോൾ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തോന്നണം അല്ലേ. അത് നമ്മുടെ സാധനങ്ങളെല്ലാം നോക്കി കാഴ്ചയിൽ ഭയങ്കര പ്രാധാന്യമാണ്. മഹാലക്ഷ്മി ഒരു ഹിന്ദു ഗോഡസ് ആണ്. മഹാലക്ഷ്മിയുടെ രൂപം എന്താണ്? ഫുൾ സ്വർണവും ലക്ഷറീസ് ആയിട്ടുള്ള എന്താ പറയുക, പല ആഭരണങ്ങളും ഒക്കെ ധരിച്ച്. അപ്പം നമ്മൾ എല്ലാ ദിവസവും കാണുകയാണ്. എന്തിനാണ് കാണുന്നത്? സമൃദ്ധിയാണ് കാണുന്നത്. സമൃദ്ധിയെ കാണുമ്പോൾ സബ്കോൺഷ്യസ്ലി നമ്മുടെ ഉള്ളിൽ സമൃദ്ധിന്റെ വൈബ്രേഷൻ പോകും. അതേപോലെ വിഷുവിന് എന്താണ് നമ്മൾ ചെയ്യുന്നത്? സമൃദ്ധി. വിഷുക്കണി എന്ന് വെച്ചാൽ എന്താണ്? സമൃദ്ധി അല്ലേ. അതേപോലെ നമ്മൾ കാഴ്ചയിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ കണ്ണി കാണുന്ന ഒരു സ്റ്റോൺ എടുക്കുക അല്ല, അതിനൊരു ഭംഗി വേണം. ഒരു സ്റ്റോണാണ്, പക്ഷെ ഒരു ഭംഗി വേണം. ഈ സ്റ്റോണിന്റെ പുറത്ത് നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മൾ എഴുതി വെക്കാം. എനിക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടിയതിന് നന്ദി എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. എഴുതി ഇതിന്റെ പുറത്ത് ഒട്ടിച്ചു വെക്കുക. ഇതിന്റെ പുറത്ത് എഴുതിയിട്ട് ഒട്ടിച്ചു വെക്കുക. ഇതേപോലെയുള്ള സ്റ്റോൺ ഒന്നും വാങ്ങിക്കണമെന്നില്ല, വളരെ ഏതെങ്കിലും ഒരു സ്റ്റോൺ വാങ്ങിയാൽ മതി. പക്ഷെ കാണുമ്പോൾ ഒരു വൃത്തി വേണം, അത്രേ ഉള്ളൂ. ഇതിന്റെ പുറത്ത് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം വ്യക്തമായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം ഒരു ഗോൾഡൻ പേപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഫോയിൽ ഉപയോഗിച്ച്, ഗോൾഡ് കളർ ആയിരിക്കണം, അത് ഉപയോഗിച്ച് ഇത് പൊതിയുക. കംപ്ലീറ്റ്ലി പൊതിയുക, പൊട്ടിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സങ്കല്പം എടുക്കുക. എന്താണ് സങ്കല്പം? സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത്തെ കയ്യിൽ ഈ സ്റ്റോൺ വെക്കുക. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി, രണ്ട് കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രപഞ്ചനാഥനെ മനസ്സിലേക്ക് വിചാരിച്ച്, എനിക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടിയതിന് നന്ദി. ഹൃദയത്തിൽ നിന്ന് ഇത് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് വിഷ്വലൈസും ചെയ്യാം. ഇങ്ങനെ വെക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യുക അഡ്മിഷൻ കിട്ടുന്നതായിട്ട്. ഇതിങ്ങനെ പിടിക്കണമെന്നില്ല, നിങ്ങൾ കാണിക്കാൻ വേണ്ടി പിടിക്കണം. താഴെ വെച്ചാലും മതി. അഡ്മിഷൻ കിട്ടുന്നതും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴും വീട്ടിലുള്ള സന്തോഷം എല്ലാം അത് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്തിട്ട് ആ നന്ദി ഭാവത്തിൽ വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ സ്റ്റോൺ, ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ, നിങ്ങൾ പോക്കറ്റിലിടുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലിടുക. എപ്പോഴും എടുക്കുന്ന പോക്കറ്റിൽ, ഇപ്പോൾ ഒരിക്കലും പോക്കറ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. എക്സാമ്പിൾ ഞാൻ പോക്കറ്റ് അധികം ഉപയോഗിക്കാറില്ല. കൂടുതലും കയ്യിലാണ് ഫോണൊക്കെ പിടിക്കുക, പോക്കറ്റിൽ വെക്കുന്ന കുറവാണ്. അപ്പോൾ
പോക്കറ്റിൽ എവിടെയാണ് എന്താണോ നമ്മൾ കൂടുതലായിട്ട്, അപ്പോൾ ഷർട്ടിന്റെ പോക്കറ്റാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേപോലെ ചിലപ്പോൾ പാൻറ്റിന്റെ പോക്കറ്റ്, അപ്പോൾ ഏതാണോ നമുക്ക്, ചിലവർ ബാഗാണ് ഉപയോഗിക്കുന്നത്, സ്ത്രീകൾ കൂടുതലും ബാഗാണ്. അപ്പോൾ എവിടെ ഏതാണോ നമ്മൾ കൂടുതലും എന്താ പറയുക യൂസ് ചെയ്യുന്ന സ്ഥലം, സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അവിടെ വെക്കുക. ബാഗായിരിക്കാം, പോക്കറ്റ് ആയിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അതെടുക്കുമ്പോൾ ഈ സ്റ്റോൺ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോൺ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് പറയാം? ഗ്രാറ്റിറ്റ്യൂഡ്. ഈ സ്റ്റോൺ എങ്ങനെ എടുക്കുക? ഈ സ്റ്റോൺ എങ്ങനെ വേണമെങ്കിലും പിടിക്കുക. ആ സമയത്ത് സങ്കല്പം ഒറ്റ പ്രാവശ്യം രാവിലെ മാത്രം എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ സ്റ്റോൺ പിടിച്ചിട്ട് താങ്ക് യു, എനിക്ക് MBBSന് അഡ്മിഷൻ കിട്ടിയതിന് നന്ദി. ഓക്കെ, അപ്പൊ ആ സമയത്ത് വിഷ്വലൈസേഷൻ്റെ ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യമാണ് വിഷ്വലൈസേഷൻ. അത് രാവിലെ സങ്കല്പം എടുക്കുക. എല്ലാ ദിവസവും സങ്കല്പം എടുക്കണം. ഇത് ത്രൂ ഔട്ട് ദ ഡേ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ വീട്ടിലൊന്നും ഇറങ്ങാത്തൊരു വീട്ടമ്മയാണെന്ന് വിചാരിച്ചു, പുറത്തൊന്നും അധികം ഇറങ്ങാത്തൊരു വീട്ടമ്മയാണെങ്കിലും കിച്ചണിൽ ഇത് വെക്കുക. കിച്ചണിൽ കയറുമല്ലോ. കിച്ചണിൽ കയറുമ്പോൾ ഇത് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജോബ് പ്ലേസ് എവിടെയാണോ അവിടെ ഇത് കൊണ്ടുവെക്കുക. ഇത് കാണുമ്പോൾ എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ഓർക്കുക. ഏറ്റവും നല്ലത് നമ്മൾ ബാഗിലോ പോക്കറ്റിലോ ഒക്കെ വെക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് തന്നെ എങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ ഇതാണ്. നമുക്ക് പോക്കറ്റിൽ തന്നെ വെക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം കിടക്കുന്നതിന് മുമ്പ് ഇത് തലയണയുടെ അടിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് തലയണ വെച്ചിട്ട് കിടക്കുക. കിടന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ പറയത്തില്ലേ മനക്കോട്ട കെട്ടുക എന്ന് പറയത്തില്ലേ? അതേപോലെ ഇത് സംഭവിക്കുന്നത്, നമ്മുടെ ആഗ്രഹം സംഭവിക്കുന്നത് കിടന്നുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാം. എത്ര വേണമെങ്കിലും വിഷ്വലൈസ് ചെയ്യാം. എത്ര ഭാവന നിങ്ങൾക്ക് ഉണ്ടാവോ അത്രയും വിഷ്വലൈസ് ചെയ്യാം. ഒരു ഭാവനയും നിങ്ങൾക്ക് ഇല്ലാന്ന് വിചാരിച്ചോ, നിങ്ങൾ നേരത്തെ തന്നെ അത് എഴുതി എന്തൊക്കെ ചിന്തിക്കണമെന്ന് തീരുമാനിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, ആ വിഷ്വലൈസേഷൻ ചെയ്യാം. ഇതെല്ലാ ദിവസവും ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും സംഭവിക്കാൻ കോൺഷ്യസ്നെസ് പവർ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒരു ആഗ്രഹത്തിന് മാത്രമാണ് ഒരു സമയം ചെയ്യേണ്ടത്. ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ സങ്കല്പം എടുക്കേണ്ടത് 3:30ക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയമായിരിക്കും. 3:30ക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് എഴുന്നേറ്റ് സങ്കല്പം എടുക്കുക. നിങ്ങൾ ആരോഗ്യ കാരണങ്ങളാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, രാവിലെ എണീക്കുന്നെങ്കിൽ വേറെ ഒരുപാട് മെത്തേഡ്സ് കേട്ടിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. എല്ലാം പറ്റും, പക്ഷെ എണീക്കാൻ വയ്യെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഗോൾസിൽ അത്ര ഫോക്കസ്ഡ് അല്ല. വേണമെങ്കിൽ നടന്നാൽ മതി എന്നാണ്, അല്ലേ? അപ്പൊ നമുക്ക് ആഗ്രഹം നടക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഫോക്കസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ രാവിലെ എണീക്കും. സക്സസ്ഫുൾ ആൾക്കാരെല്ലാവരും രാവിലെ എണീക്കുന്നവരാണ്. അത് രാവിലെ എണീക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട്. എല്ലാ റിലീജിയസ് റിച്വൽസ്, ബ്രഹ്മമുഹൂർത്തം, അതേപോലെ നിസ്കാരങ്ങൾ എല്ലാം അതിരാവിലെ തന്നെ തുടങ്ങുന്നതാണ്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക അതിന്റെ സീക്രട്ട്. അതിനൊരു സീക്രട്ട് പവർ ഉണ്ട്, അതിന് സംശയമില്ല. അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക. അതിന്റെ റിസൾട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഫ്രീ സെഷൻസും നടക്കാറുണ്ട്, ഫ്രീ ക്ലാസ്സസും നടക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. അത് മാത്രമല്ലാതെ ഡെയിലി ഒരുപാട് മോട്ടിവേഷൻ, ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ടിപ്സ് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.